2025 വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് ലോകം. പുതുവർഷാഘോഷത്തിന് മണിക്കൂറുകൾ എണ്ണിക്കാത്തിരിക്കുകയാണ് കൊച്ചിയും തിരുവനന്തപുരവും. കനത്ത സുരക്ഷയാണ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും വിജിത KP ചേരുന്നുണ്ട്. വിജിത, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ആഘോഷങ്ങൾ? കൂടുതൽ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് ലോകം. പുതുവർഷാഘോഷത്തിന് മണിക്കൂറുകൾ എണ്ണിക്കാത്തിരിക്കുകയാണ് കൊച്ചിയും തിരുവനന്തപുരവും എല്ലാം ഉള്ളത്. കനത്ത സുരക്ഷയാണ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, കൊച്ചിയിലെ പുതുവർഷാഘോഷ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതിരാ, നമ്മളിപ്പോൾ ഇതാ നിൽക്കുന്നത് മൈതാനത്തിനുള്ളിലാണ്. പപ്പാഞ്ഞിയെ നമുക്കിപ്പോൾ നോക്കിയാൽ എന്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് പപ്പാഞ്ഞിയെ കാണാനായിട്ട് പറ്റും. ഭയങ്കര സുന്ദരനായിട്ട് പപ്പാഞ്ഞിയെ ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ സംഘാടകരുമായിട്ടും ഒക്കെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ പ്രോഗ്രാംസ് എല്ലാം 8 മണിയാകുമ്പോഴേക്കും തുടങ്ങും എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ആളുകളൊക്കെ ബാരിക്കേഡിന് പുറത്തായി വന്ന് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. നിലവിലെന്താ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസേരക്കളി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം കസേരകളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യമായിട്ട് ഇവിടെ നടക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത്തവണത്തെ ദുഃഖാചരണവും അതുപോലെ തന്നെ കർശന നിയന്ത്രണങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് എന്തൊക്കെ ാണ് പരിപാടികൾ നടക്കുക എന്നുള്ളതൊന്നും അറിയാനായിട്ട് കഴിയില്ല. അവിടെ പാട്ടൊക്കെ DJ ഒക്കെ അവിടെ പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല കർശനമായ നിയന്ത്രണം തന്നെയാണ് ഉള്ളത്. ഒരുപാട് പോലീസ് തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോലീസ് കൊച്ചി CHOയുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് തന്നെയാണ്. കൃത്യമായിട്ടുള്ള എൻട്രി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ എല്ലാവരും എത്തിപ്പെടണം, അല്ലെങ്കിൽ എല്ലാവർക്കും പരിപാടി നല്ല രീതിയിൽ കാണാൻ കഴിയണം എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ പറ്റും എങ്ങനെയാണ് പ്രോഗ്രാംസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഇത്തവണത്തെ പപ്പാനിയും വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ടാണ് പപ്പാനിയെ വ്യത്യസ്ത കളറുകളിൽ ചെയ്യുന്ന ഒരു രീതി കണ്ടുവരുന്നത്. അതിനു മുന്നേ ഒക്കെ ചുവപ്പായിരുന്നു പപ്പാനി. അപ്പൊ ഇത്തവണത്തെ പപ്പാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യത്തില് ഒരു ക്യാരക്ടറിന്റെ റെഫറൻസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇത്തവണ പപ്പാനിയെ കത്തിക്കുന്നതിനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. കാരണം കാർണിവൽ ഗ്രൗണ്ടിൽ ഇത്തവണ പരിപാടി ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പപ്പാനിയാണ് എല്ലാവർക്കും പപ്പാനി കത്തിക്കുക എന്നുള്ള ഒരു പ്രോഗ്രാമിന് ഈ ഒരു പപ്പാനി. അപ്പൊ എല്ലാവരും അതിന്റെ എക്സൈറ്റ്മെന്റിലും ആഘോഷങ്ങളിലും ഒക്കെയാണ്. വിദേശികളും ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം എന്താണ് ഇനി നടക്കാൻ പോവുക എന്നുള്ളത്. വിജിത, ആളുകളൊക്കെ എത്തിത്തുടങ്ങി. എങ്ങനെയൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അവിടെ? ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ആളുകളുമായിട്ട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് ഇത്തവണ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. പണ്ട് ഇവിടെ കഴിഞ്ഞ വർഷം വന്ന സമയത്തൊക്കെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ റോഡുകളൊക്കെ ബ്ലോക്ക് ആയിരുന്നു, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്രയ്ക്ക് തിരക്കില്ല എന്നുള്ളതാണ് നിലവിലുള്ള കാര്യമാണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു പക്ഷേ കുറച്ചുകൂടി ആളുകൾ എത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, കുറച്ചുകൂടി ആളുകൾ വരുന്നുണ്ടായിരിക്കാം. എങ്ങനെയാണ് അവസ്ഥ ഒന്നും പറയാനായിട്ട് കഴിയില്ല. ഇപ്പൊ നിലവിൽ ഇവിടെ തിരക്ക് കുറവാണ്. ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ബാരിക്കേഡിന് ചുറ്റുമായിട്ട് കുറെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ക്രമീകരണങ്ങൾ കനത്ത സുരക്ഷ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് സേനയെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജങ്കാർ സർവീസുകളും ബസ് സർവീസുകളും ഒക്കെ കുറെ രാത്രി വരെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ തന്നെ ഇവിടെ പ്രവേശിക്കാനും പരിപാടി കാണാനും കഴിയുന്ന തരത്തിലാണ് ഇത്തവണയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് CHO ആയിട്ടുള്ള എറണാകുളം CHO സാർ നമ്മളെടുത്ത് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വരും മണിക്കൂറുകൾ നോക്കാം എന്താണ് ഇനി നടക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രോഗ്രാംസ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ എന്തായാലും അറിയാനായിട്ട് കഴിയും. അതിനാ ശരി വിജിത.